ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ശുശ്രൂഷയിലായിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് ലഭിച്ചതായ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ജനം അശൂരിലേക്ക് അടിമകളായി പോകുവാൻ ഇടയായതായ കാരണങ്ങളെ കുറിച്ചാണ്. ദൈവജനം ശത്രുവിന്റെ അടിമത്തത്തിലേക്ക് പോകുന്നു. ദൈവം നടത്തിക്കൊണ്ടുവന്നതായ ദൈവജനം ഇസ്രായേലിന്റെ യാത്രയെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. സ്വർഗത്തിലെ ദൈവം ഏറ്റവും മനോഹരമായി നടത്തിക്കൊണ്ടുവന്നതായ ദൈവജനം അവര് വാഗ്ദത്ത ദേശം അവകാശമാക്കി, കനാൻ നാട് അവര് അവകാശമാക്കി. ഈ ജനം യോശുവയുടെ നേതൃത്വത്തിൽ കനാൻ നാട് അവകാശമാക്കി. അവരുടെ തലമുറകൾ വളർന്നു വരികയാണ്. കാലം മുന്നോട്ട് പോകുന്നു. ന്യായാധിപന്മാർ അവരെ ഭരിക്കുന്നു. ഏതാണ്ട് 15ഓളം ന്യായാധിപന്മാർ മാറി മാറി അവരെ ഭരിച്ചു. ശമൂവേൽ പ്രവാചകന്റെ കാലമായപ്പോൾ തങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു തരണം എന്നവർ അപേക്ഷിച്ചു, ആവശ്യപ്പെട്ടു. അവർ ചോദിച്ചു. ദൈവം അവർക്കൊരു രാജാവിനെ വാഴിച്ചു കൊടുത്തു. ഒന്നാമത്തെ രാജാവായി ശൗൽ രാജാവിനെ വാഴിച്ചു കൊടുത്തു. വീണ്ടും ദാവീദ് രാജാവായി. ദാവീദിന്റെ മകനായ ശലോമോൻ രാജാവായി. ശലോമോന്റെ കാലശേഷം രഹബയാമും യൊരോബയാമും രംഗത്ത് വരുന്നു. വിഭജിത രാജ്യം നിലവിൽ വരുന്നു. വടക്കേ രാജ്യമെന്നും തെക്കേ രാജ്യമെന്നും രണ്ടായി രാജ്യം വിഭാഗിക്കപ്പെടുന്നു. അവിടെയും രാജാക്കന്മാർ മാറി മാറി ഭരണത്തിൽ വരുന്നു. നല്ല രാജാക്കന്മാർ ഭരിക്കുന്നുണ്ട്, ചീത്ത രാജാക്കന്മാർ ഭരിക്കുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വടക്കേ രാജ്യമായ ഇസ്രായേൽ അശൂര്യ രാജാക്കന്മാർ വന്ന് അവര് അശൂരിലേക്ക് അടിമകളായി കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായി സന്തോഷത്തോടെ മുന്നോട്ട് പോയതായ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോയ ദൈവജനം, ദൈവത്താൽ നടത്തപ്പെടുന്നതായ ദൈവജനം ശത്രുവിന്റെ അടിമത്തത്തിലാകുന്നു, ദുഷ്ടന്റെ അടിമത്തത്തിലാകുന്നു. നമ്മളിതൊക്കെ പഠിക്കുമ്പോൾ, ദൈവവചനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ആത്മീക ജീവിതത്തിന് ആലോചനകൾ ലഭിക്കുന്നതാണ്, ദൂതുകൾ ലഭിക്കുന്നതാണ്. നമുക്ക് നല്ലൊരു കൂട്ടായ്മ ദൈവം തന്നു. നമ്മെ നടത്താൻ ദൈവമക്കളെ ദൈവം തന്നു. നാം മുന്നോട്ട് പോകുന്നു. എന്നാൽ ദുഷ്ടന്റെ കയ്യിൽ ദൈവമക്കൾ ഏൽപ്പിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. ദുഷ്ടന്റെ അടിമത്തത്തിന്റെ കീഴിൽ ദൈവത്താൽ നടത്തപ്പെടുന്നതായി ദൈവമക്കൾ ആക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള കാരണങ്ങളാണ്
ഓരോന്നോരോന്നായിട്ട് നാം ചിന്തിച്ചു പോരുന്നത് സ്വന്തം ആലയവും സ്വന്തം ആരാധനയും വരുന്നു. രണ്ടാമത്തെ കാര്യമാണ് നാം ഇപ്പോൾ ചിന്തിച്ചു പോരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം അതാണ് ചിന്തിച്ചത്. ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരാക്കി. അശൂരിയ അടിമത്തത്തിലേക്ക് പോകാനുള്ളതായ കാരണങ്ങൾ ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരാക്കുന്നു. കഴിഞ്ഞ ദിവസം നാം ആ വാക്യങ്ങളൊക്കെ വായിച്ച് നാം വിശദമായി ചിന്തിച്ച് പോരുകയാണ്. ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരാക്കി. ലേവ്യരെ കിട്ടാത്തത് കൊണ്ടല്ല, ലേവ്യരെ ലഭിക്കാത്തത് കൊണ്ടല്ല, എന്നാൽ ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരാക്കി. സീനായി മുതൽ മുന്നോട്ട് പോകണമെങ്കിൽ അഭിഷിക്തന്മാരായ പുരോഹിതന്മാരാൽ നടത്തപ്പെടണം. പൗരോഹിത്യം കൽപ്പിച്ചു നൽകുന്നു. അഭിഷിക്തന്മാരായ പുരോഹിതന്മാരാൽ ജനം നടത്തപ്പെടണം. ദൈവജനത്തെ നടത്തുവാൻ തക്കവണ്ണം അഭിഷിക്തന്മാരായ പുരോഹിതന്മാർ രംഗത്ത് വരുന്നു. എപ്പോൾ മുതലാണത് വരുന്നത്? സീനായി മുതൽ. സീനായി നമ്മുടെ ജീവിതത്തിൽ അഭിഷേകത്തെയാണ് കാണിക്കുന്നത്. പുതിയ നിയമത്തിലെ സീനായി എന്ന് പറയുന്നത് സെഹിയോൻ മാളികമുറിയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെയാണ് കാണിക്കുന്നത്. നമ്മെ നടത്താൻ പുരോഹിതന്മാരായ അഭിഷിക്തന്മാര് വേണം. എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ട്, പത്രോസ് ലേഖനത്തിൽ നാം ചിന്തിച്ചതാണ്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തെരഞ്ഞെടുത്തിരിക്കുന്ന രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും. നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാമാണ് ഇവരുടെ യോഗ്യത. ജനത്തെ നടത്താൻ തക്കവണ്ണം ലേവ്യന്റെ യോഗ്യതകൾ എന്തെല്ലാമാണ് എന്നാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് നാം ചിന്തിച്ചു പോരുകയാണ്. ലേവ്യന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചു, സഹോദരന്മാരോടുകൂടെ അവകാശവും ഓഹരിയും ഇല്ല. അതുകൊണ്ട് ലേവിക്ക് അവന്റെ സഹോദരന്മാരോടൊപ്പം അവകാശവും ഓഹരിയും ഇല്ല. മാത്രമല്ല, ആവർത്തന പുസ്തകം നമുക്ക് എടുക്കാം. ആവർത്തന പുസ്തകം 33 അധ്യായം, അതിന്റെ 8 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 33 അധ്യായം, അതിന്റെ 8 മുതലുള്ളതായ വാക്യങ്ങൾ. ദൈവ പുരുഷനായ മോശ തന്റെ മരണത്തിന് മുൻപ് ഇസ്രായേലത്തെ എല്ലാം വിളിച്ചു കൂട്ടി അവരോട് പറയുന്നതായ വാക്കുകളാണ്. മോശ പറയുമ്പോൾ ലേവ്യരെ കുറിച്ച് പറയുന്നതായ ഭാഗമാണ് നാം വായിക്കുന്നത്. അതിന്റെ 8 മുതലുള്ളതായ വാക്യങ്ങൾ. ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നിന്റെ തുമ്മീമും ഊറീമും നിൻ ഭക്തന്റെ പക്കൽ ഇരിക്കുന്നു. നീ മസയിൽ വെച്ച് പരീക്ഷിക്കുകയും കലഹജലത്തിങ്കൽ നീ പൊരുകയും ചെയ്തവന്റെ പക്കൽ തന്നെ. അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞു. സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല, സ്വന്തം മക്കളെന്നോർത്തതുമില്ല. നിന്റെ വചനം അവർ പ്രമാണിച്ചു, നിന്റെ നിയമം കാത്തുകൊള്ളുകയും ചെയ്തു. അവർ യാക്കോബിനെ നിന്റെ വിധികളും ഇസ്രായേലിന് ന്യായപ്രമാണവും ഉപദേശിക്കും. അവർ നിന്റെ സന്നിധിയിൽ സുഗന്ധധൂപവും യാഗപീഠത്തിന്മേൽ സർവാംഗ ഹോമവും അർപ്പിക്കും. യഹോവേ, ലേവിയെ കുറിച്ച്
അവൻ പറഞ്ഞത്, നിന്റെ തുമ്മീമും ഊറീമും നിൻ ഭക്തന്റെ പക്കലിരിക്കുന്നു. നീ മസയിൽ വെച്ച് പരീക്ഷിക്കുകയും കലഹജലത്തിങ്കൽ നീ പോരുകയും ചെയ്തവന്റെ പക്കൽ തന്നെ. ലേവ്യരുടെ ഗുണങ്ങളാണ് ദൈവജനത്തെ നടത്തുവാൻ തക്കവണ്ണം അഭിഷേകം ചെയ്യപ്പെട്ട അഭിഷിക്തന്മാരുടെ ഗുണങ്ങളാണ്. ഒരു കൂട്ടത്തെ സ്വർഗീയ കനാനിലേക്ക് നടത്തണമെങ്കിൽ, ഒരു കൂട്ടത്തെ ദൈവ സന്നിധിയിലേക്ക് എത്തിക്കണമെങ്കിൽ ദൈവം ആക്കപ്പെട്ടവർക്ക് വേണ്ട യോഗ്യതകളാണ്. ഞാൻ മാറുന്നുകൊണ്ടല്ല ഈ വാക്കുകളെ പറയുന്നത്. ദൈവജനം അടിമത്തത്തിലേക്ക് പോകരുത്. അശൂര്യർ വന്ന ദൈവജനത്തെ കൊള്ളയിട്ട് കൊണ്ടുപോകരുത്. ഇന്ന് ദൈവമക്കളെ ദുഷ്ടനായ പിശാച് കൊള്ളയിട്ട് കൊണ്ടുപോകുന്നത് നാം മനസ്സിലാക്കണം. എത്രയോ ആത്മാക്കൾ, ഒരു കാലത്ത് കൃപയോടെ നിന്നവർ, ഒരു കാലത്ത് ക്രിസ്തുവിന് വേണ്ടി ജ്വലിച്ചു നിന്നതായ ആത്മാക്കൾ ഇന്ന് അടിമത്വത്തിന്റെ കീഴിലായി മാറി. പാപത്തിന്റെ അടിമത്വത്തിന്റെ കീഴിൽ, ദുഷ്ടനായ പിശാചിന്റെ അടിമത്വത്തിന്റെ കീഴിൽ ദൈവത്തെ വിട്ട്, ദൈവവേലയെ വിട്ട്, ആത്മീയത്തെ വിട്ട് പോകുന്നതായ രംഗം. എന്താണ് കാരണം? ലേവ്യരല്ലാത്തവർ ദൈവനെ നടത്താൻ വരുന്നു. ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരാക്കി. എന്താണ് ഈ ലേവ്യന്റെ ഗുണങ്ങൾ? എന്താണ് ഈ ലേവ്യയുടെ പ്രത്യേകതകൾ? ദൈവത്തിന് സ്തോത്രം. ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നിന്റെ തുമ്മീമും ഊറീമും നിൻ ഭക്തന്റെ പക്കലിരിക്കുന്നു. തുമ്മീമും ഊറീമും ഉള്ളവരാണ്. എന്താണ് ഈ തുമ്മീമും ഊറീമും എന്ന് പറഞ്ഞാൽ? പുറപ്പാട് പുസ്തകം 28 അധ്യായം 30 വാക്യം നമുക്കൊന്ന് വായിക്കാം. ന്യായവിധി പതക്കത്തിനകത്ത് ഊറീമും തുമ്മീമും വെളിപ്പാടും സത്യവും വെക്കണം. അഹരോൻ യഹോവയുടെ സന്നിധാനത്തിൽ കടക്കുമ്പോൾ അവന്റെ ഹൃദയത്തിന്മേൽ ഇരിക്കണം. അഹരോൻ ഇസ്രായേൽ മക്കൾക്കുള്ള ന്യായവിധി എപ്പോഴും യഹോവയുടെ മുമ്പാകെ തന്റെ ഹൃദയത്തിന്മേൽ വഹിക്കണം. യഹോവ പുരോഹിതന് കൽപ്പനകൾ കൊടുക്കുകയാണ്. അഹറോൻ ധരിക്കുന്ന ഒരു മാർപ്പതക്കമുണ്ട്. അവന്റെ ഹൃദയത്തിൽ, അവന്റെ ചങ്കിൽ അവൻ ധരിക്കുന്ന ഒരു മാർപ്പതക്കമുണ്ട്. ആ മാർപ്പതക്കത്തിന്റെ ഉള്ളിൽ ഒരു ഉറയിൽ തുമ്മീമും ഊറീമും വെക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബാക്കിയിട്ടുണ്ട്, വെളിപ്പാടും സത്യവും എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളോടുള്ളതായ ബന്ധത്തിൽ ദൈവത്തിൽ നിന്ന് ഒരു ഉത്തരം ലഭിക്കുന്നതിനുള്ള മാധ്യമമായിരുന്നു തുമ്മീമും ഊറീമും. ഇസ്രായേൽ ജനം പഠിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും ദൈവത്തിൽ നിന്നുള്ളതായ വെളിപ്പാട് ലഭിക്കാൻ തക്കവണ്ണം ഉപയോഗിച്ചുകൊണ്ടിരുന്നതായ ഒരു മാധ്യമമായിരുന്നു തുമ്മീമും ഊറീമും. വെളിപ്പാടും സത്യവും അതവന്റെ ഹൃദയത്തിൽ വഹിക്കണം എന്ന് പറഞ്ഞാൽ ദൈവജനത്തെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ളതായ ആലോചനകൾ, ഓരോ കാര്യങ്ങൾ വരുമ്പോൾ, ഓരോ സ്റ്റെപ്പ് എടുക്കേണ്ടി വരുമ്പോൾ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ ദൈവത്തിൽ നിന്ന് ആലോചന കൊടുക്കുവാൻ തക്കവണ്ണം കൃപയുള്ളവനായിരിക്കണം. സ്വന്തം ഇഷ്ടം പറയുകയല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെയും പറയുന്നത് കേട്ടുകൊണ്ട് ഒരു തീരുമാനം എടുക്കുകയല്ല. ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിക്കാൻ തക്കവണ്ണം ഭൂരിപക്ഷ അഭിപ്രായത്തിന് ചെവി കൊടുക്കുകയല്ല. ദൈവത്തോട് ചോദിച്ച് ദൈവത്തിൽ നിന്നുള്ള ആലോചന സ്വീകരിച്ച് തീരുമാനമെടുക്കുവാൻ തക്കവണ്ണം ഉള്ളവനായിരിക്കണം, അകത്തുള്ളവനായിരിക്കണം ലേവ്യൻ. നിന്റെ തുമ്മീമും ഊറീമും
നിൻ ഭക്തന്റെ പക്കൽ ഇരിക്കുന്നു. ഇവിടെ 9-ാം വാക്യം, ആവർത്തനം 33:9. അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറയുന്നു. സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല. സ്വന്തം മക്കളെന്ന് ഓർത്തില്ല. നിന്റെ വചനം അവർ പ്രമാണിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ ലേവിയെ കുറിച്ച് പറയുമ്പോൾ, മോശ ലേവിയെ കുറിച്ച് പറയുമ്പോൾ പുതിയ നിയമ ശുശ്രൂഷകന്മാരെ കുറിച്ചുള്ളതായ ഒരു പ്രവചനമാണ് ഈ വാക്യം. ഒരുപക്ഷെ ഇതൊക്കെ വായിക്കുമ്പോൾ നാം ചിന്തിച്ചു പോകും, അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറയുന്നു. ഇതൊക്കെ എന്താണ് ഇങ്ങനെ പറയുന്നത് ചിന്തിച്ചു പോകും. കാരണം ദൈവം കൽപ്പന കൊടുക്കുമ്പോൾ 10ാമത്തെ കൽപ്പന എന്ന് പറയുന്നത് 5ാമത്തെ കൽപ്പന, 10 കൽപ്പന കൊടുക്കുമ്പോൾ 5ാമത്തെ കൽപ്പന എന്ന് പറയുന്നത് നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളതാണ് 5ാം കൽപ്പന. എന്നാൽ ഇവിടെ പറയുന്നു, അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവനെ കണ്ടില്ല എന്ന് പറയുന്നവന് ശുശ്രൂഷ കൊടുക്കുന്നു. അപ്പൊ ചിന്തിക്കുക, ദൈവം ശുശ്രൂഷ കൊടുക്കുന്നത് ആർക്കാണ്? അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നാണ് കൽപ്പന. എന്നാൽ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറയുന്നവന് ശുശ്രൂഷ കൊടുക്കുന്നു. ഇത് ന്യായപ്രമാണത്തിന് വിരുദ്ധമായ ഒരു കാര്യമല്ലേ എന്ന് നാം ചിന്തിച്ചു പോകും. അതുപോലെ തന്നെ സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല, അതും തെറ്റല്ലേ? സഹോദരനെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, ആദരിക്കണം എന്നാണ് ദൈവവചനം പറയുന്നത്, ന്യായപ്രമാണം പറയുന്നത്. എന്നാൽ സഹോദരനെ കുറിച്ച് സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല. അതുപോലെ തന്നെ സ്വന്തം മക്കളെന്ന് ഓർത്തില്ല. സ്വന്തം മക്കളെന്ന് ഓർത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ആരാണ് ഈ കൂട്ടർ? ലേവ്യർ. ആരാണവർ? ആരെ കുറിച്ചാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത്? പുതിയ നിയമ ശുശ്രൂഷകന്മാരെ കുറിച്ചുള്ള ഒരു പ്രവചനമാണിത്. പഴയ നിയമ ലേവിയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് പുതിയ നിയമ ശുശ്രൂഷയുടെ നിഴലാണ്. പഴയ നിയമ ശുശ്രൂഷ നിഴലായ ശുശ്രൂഷയാണ്. പൊരുളായ ശുശ്രൂഷ നമ്മയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. നിഴലായത് നാം ഇവിടെ കാണുന്നു. അതിന്റെ പൊരുളായ ശുശ്രൂഷ നമ്മയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിൽ ഇപ്രകാരമുള്ള ഒരു പ്രതിഷ്ഠ ഉള്ളവർക്ക്, ഇപ്രകാരം പ്രതിഷ്ഠിക്കപ്പെട്ടവർക്കാണ് പുതിയ നിയമത്തിൽ ദൈവം ശുശ്രൂഷ നൽകുന്നത്. കഴിഞ്ഞ ദിവസം പഠിച്ചു ലൂക്കോസിന് സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നാം മനഃപാഠം പഠിച്ചതാണ്. ലൂക്കോസ് 14:26. എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. പകയ്ക്കുക എന്നുള്ളൊരു വാക്ക് നമ്മൾ കാണുകയാണ്.
പകയ്ക്കുക എന്ന് പറയുമ്പോൾ മൂലഭാഷയിൽ മുൻഗണന കൊടുക്കേണ്ടത് ഏതിന് എന്ന് കാണിക്കുന്ന ഒരു ഭാഷാ ശൈലിയിലുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. പകയ്ക്കുക എന്നതിന് മുൻഗണന കൊടുക്കേണ്ടത് ഏതിന് എന്നുള്ള ഒരു ഭാഷാ ശൈലിയാണത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 37-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിന് 37-ാമത്തെ വാക്യം. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം സ്ഥാനം, എന്നേക്കാൾ അധികം പ്രാധാന്യം അപ്പനോ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ കൊടുക്കുന്ന ഒരുവന് എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ അധികം സ്ഥാനം, പ്രാധാന്യം വചനത്തെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഭാര്യ പറഞ്ഞു, മക്കൾ പറഞ്ഞു, അപ്പം പറഞ്ഞു, അമ്മ പറഞ്ഞു എന്നുള്ളതായ കാര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എന്നേക്കാൾ അധികം വചന വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി ഭാര്യയുടെ ആലോചനയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ, ദൈവോധനത്തിന്റെ വ്യവസ്ഥയ്ക്ക് എതിരായി മക്കൾ നൽകുന്ന ആലോചന പ്രകാരം എന്തെങ്കിലും ചെയ്താൽ, അല്ലെങ്കിൽ മാതാപിതാക്കൾ നൽകുന്ന ആലോചന പ്രകാരം ചെയ്താൽ, മറ്റ് സഹോദരങ്ങൾ നൽകുന്ന ആലോചന പ്രകാരം എന്തെങ്കിലും ചെയ്താൽ, എന്നേക്കാൾ അധികം അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അവന് എന്റെ ശിഷ്യനായിരിക്കാൻ യോഗ്യതയില്ല. ദൈവത്തിന് 1-ാം സ്ഥാനം നൽകുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവവചനത്തിന് 1-ാം സ്ഥാനം നൽകുകയും ചെയ്യണമെന്നുള്ളതായ ഒരർത്ഥമാണ് ഈ പകയ്ക്കുക എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ഈ വേദഭാഗങ്ങളെല്ലാം നാം പഠിക്കുമ്പോൾ ആവർത്തന പുസ്തകത്തിലെ വാക്യവും ലൂക്കോസിന്റെ സുവിശേഷത്തിലെ വാക്യവും മത്തായിയുടെ സുവിശേഷത്തിലെ വാക്യവും എല്ലാം കൂടെ ചേർത്ത് വെച്ച് നാം ചിന്തിക്കുമ്പോൾ 3 പദങ്ങൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, പകയ്ക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ മമത പുലർത്തുക, പകയ്ക്കുക. 2, വിടുക. 3, ഇല്ല എന്ന് പറയുക. ഇങ്ങനെ ഒരു 3 പദങ്ങൾ, പകയ്ക്കുക, വിടുക, ഇല്ല എന്ന് പറയുക. ഇതാണ് ലേവ്യന്റെ യോഗ്യത. പുതിയ നിയമ ശുശ്രൂഷക്കാരുടെ അടിസ്ഥാന യോഗ്യതയും ഇതാണ്. കർത്താവിന് വേല ചെയ്യുന്നുവെങ്കിൽ ഒരു പുതിയ നിയമ ശുശ്രൂഷക്കാരന്റെ അടിസ്ഥാന യോഗ്യത പകയ്ക്കുക, വിടുക, ഇല്ല എന്ന് പറയുക. മർക്കോസിന്റെ സുവിശേഷം, അത് ആ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈ കാര്യം കാണുന്നുണ്ട്. 10-ാം അധ്യായം 28-29 വാക്യങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 28-29 വാക്യങ്ങൾ. അതിന് യേശു, എന്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇവിടെ കർത്താവ് പറയുകയാണ്, മലപ്പുറമായി പഠിച്ച വാക്യമാണ്. 8 കാര്യങ്ങൾ വിടുക എന്ന് പറയുന്നുണ്ട്. 8 കാര്യങ്ങളാണ് വിട്ടത്. നമ്മൾ വായിച്ച മലയാളം ബൈബിളിൽ ഒരു കാര്യം വിട്ടുപോയി. എന്നാൽ ഇതേ വാക്യം തന്നെ ഇംഗ്ലീഷ് ബൈബിളിൽ നിന്ന് വായിച്ചു കഴിഞ്ഞാൽ ഭാര്യ എന്നൊരു വാക്ക് കൂടെ ഉണ്ട്. മലയാളത്തിലേക്ക് വന്നപ്പോൾ ആ ഒരു വാക്ക് വിട്ടുപോയി. 8 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതെല്ലാമാണ്? വീട്, സഹോദരന്മാർ, സഹോദരികൾ, അമ്മ, അപ്പൻ, മക്കൾ, നിലങ്ങൾ. എന്നാൽ നമ്മൾ ഇംഗ്ലീഷ് ബൈബിൾ നോക്കുമ്പോൾ, ഇംഗ്ലീഷ് ബൈബിളിൽ കിങ് ജെയിംസ് വേർഷൻ നമ്മൾ നോക്കുമ്പോൾ അവിടെ 8 കാര്യങ്ങൾ നാം കാണുന്നുണ്ട്. 8 കാര്യങ്ങൾ നാം കാണുന്നുണ്ട്.
അതിനകത്ത് ഈ ഭാര്യ എന്നുള്ളത് മലയാളത്തിലേക്ക് വന്നപ്പോൾ വിട്ടുപോയി. ഹൗസ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഫാദർ, മദർ, വൈഫ്, ചിൽഡ്രൻ, ലാൻഡ്. ഇംഗ്ലീഷ് ബൈബിളിൽ, ഇംഗ്ലീഷ് വേർഷനിൽ 8 കാര്യങ്ങൾ നാം കാണുന്നുണ്ട്. 8 കാര്യങ്ങൾ വിടണം. 8 കാര്യങ്ങൾ വിടണം. 8 കാര്യങ്ങളെ വിട്ടാൽ 6 കാര്യങ്ങൾ 100 മടങ്ങ് കിട്ടും. അവിടെ ഭാര്യയെയും അപ്പനെയും കിട്ടും എന്ന് പറയുന്നില്ല. ബാക്കി 6 കാര്യങ്ങളും നമ്മൾ ആ വാക്യം വായിച്ചാൽ, ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ 30-ാമത്തെ വാക്യം വായിച്ച്, മർക്കോസ് 11:10-30. ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. അവിടെ അപ്പൻ ഭാര്യ അത് കിട്ടുമെന്ന് പറയുന്നില്ല. ബാക്കി 6 കാര്യങ്ങൾ. അപ്പോൾ 8 കാര്യങ്ങൾ വിട്ടാൽ 6 കാര്യങ്ങൾ 100 മടങ്ങ് തരുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ, നാം കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് നിൽക്കുമ്പോൾ, നാം വിടുന്നതൊന്നും നമുക്ക് നഷ്ടമല്ല. വിടുക, പകയ്ക്കുക, വിടുക, ഇല്ല എന്ന് പറയുക, ഇല്ല എന്ന് പറയുക. അതാണ് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം എന്ന് പറയുന്നത്. ഇല്ല എന്ന് പറയുക. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 9-ാം വാക്യത്തിൽ അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞു, ഇല്ല എന്ന് പറയുന്നു. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ളതായ പൗരോഹിത്യത്തിലേക്ക് നാം വരുമ്പോൾ, ഇബ്രായ ലേഖനം 7-ാം അധ്യായം മുഴുവനും മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അത് വിശദമാക്കി തരണമെങ്കിൽ കുറേയേറെ സമയം വേണം, നിന്ന് തൊട്ടുപോകട്ടെ. അതിന്റെ 1 മുതൽ, എബ്രായ ലേഖനം 7-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കീസദേക്ക് രാജാക്കന്മാരെ ജയിച്ചു മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10-1 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നും അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവും ഇല്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. വലിയ ആത്മീയ അർത്ഥങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായ ഒരു വേദഭാഗമാണത്. ഇല്ല എന്ന് പറയുക. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല. ഒരു ശുശ്രൂഷക്കാരന്റെ പ്രതിഷ്ഠ അതാണ്, സമർപ്പണം അതാണ്. 2 കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. പറയുകയാണ്, ആകയാൽ ഞങ്ങൾ വിളിക്കപ്പെട്ടവരാണ്, ഞങ്ങൾ ഒരു ശുശ്രൂഷ പരമേൽപ്പിക്കപ്പെട്ടവരാണ്. സ്വർഗം വിളിച്ച ഞങ്ങളെ ഒരു ശുശ്രൂഷ പരമേൽപ്പിച്ചതാണ്. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ജഡപ്രകാരമുള്ള ബന്ധങ്ങളാണ് അമ്മ, അപ്പൻ, ഭാര്യ, മക്കൾ. ഇതെല്ലാം ജഡപ്രകാരമുള്ള ബന്ധങ്ങളാണ്. എന്നാൽ ഞങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ്, ഞങ്ങൾ വിളിക്കപ്പെട്ടവരാണ്,
ഞങ്ങൾ വേർതിരിക്കപ്പെട്ടവരാണ്. ഞങ്ങൾ ഇന്നു മുതൽ ജഡപ്രകാരം ആരെയും അറിയുന്നില്ല ഇല്ല എന്ന് പറയുക. ഞങ്ങൾ ജഡപ്രകാരമുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകാനുള്ളവരല്ല ഇനി ഇപ്രകാരം വീണ്ടെടുക്കപ്പെട്ടതായ ഒരു ലേവ്യൻ, ദൈവത്തിന് സ്തോത്രം, തിരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു ലേവ്യൻ, പ്രതിഷ്ഠിക്കപ്പെട്ടതായ ഒരു ലേവ്യൻ, ദൈവത്തിന് മഹത്വം, എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിതം വേർതിരിച്ച് നിൽക്കുന്നതായ ഒരു ദൈവ ഭൃത്യൻ, അപ്പനേക്കാൾ അധികമായി, അമ്മയേക്കാൾ അധികമായി, മക്കളെക്കാൾ അധികമായി ദൈവോധനത്തിനും ദൈവീകമായ വഴികൾക്കും വില കൊടുത്ത് നിൽക്കുന്നതായ ഒരു ലേവ്യന്റെ പ്രതിഷ്ഠയാൽ നടത്തപ്പെടാൻ തക്കവണ്ണം പ്രതിഷ്ഠിക്കപ്പെട്ടവനാണ് ഒരു ശുശ്രൂഷക്കാരൻ. അതിലെന്തെങ്കിലും വ്യത്യാസം വന്നാൽ, ആ കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ അടിമയായ അശൂര്യർ അടിമകളായി കൊണ്ടുപോകും, അടിമകളായി കൊണ്ടുപോകും, ഒക്കെ ഇതിനും കൊണ്ടുപോകുന്ന ദൈവത്തിന് സ്തോത്രം. വടക്കേ രാജ്യമായ ഇസ്രായേലിനെ മുഴുവനും അശൂര്യർ വന്ന അടിമകളായി കൊണ്ടുപോയി. എന്താണ് കാരണം? അവർ ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരാക്കി, ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരാക്കി. ദൈവത്തിന് സ്തോത്രം. അടിമകളായി കൊണ്ടുപോയി. ജഡപ്രകാരം ഇന്നു മുതൽ ഞങ്ങൾ ജഡപ്രകാരം ആരെയും അറിയുന്നില്ല. എന്റെ ഭാര്യ പറഞ്ഞു, അതുകൊണ്ട് ആ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം, അല്ലെങ്കിൽ മക്കളെല്ലാം കൂടെ പറഞ്ഞു, ആ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഒക്കെ എടുക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ ദൈവനത്തെ എല്ലാം അശൂര്യർ കൊണ്ടുപോയി. ദുഷ്ടനായ പിശാച് തട്ടിയെടുത്തു കൊണ്ടുപോയി. ആകയാൽ ദൈവവേലയിൽ നിൽക്കണമെങ്കിൽ ഒരു കൂട്ടം ദൈവജനത നടത്താൻ തക്കവണ്ണം പ്രതിഷ്ഠയുള്ളവനായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അവിടെ അപ്പൻ അമ്മ പകയ്ക്കുക, വിടുക, ഇല്ല എന്ന് പറയുക. ദൈവത്തിന് സ്തോത്രം. എന്റെ കരുണയുള്ള കർത്താവിന് മഹത്വം. ദൈവത്തിന് വേണ്ടി ജീവിതം വേർതിരിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു നിൽക്കുന്നതായ ഒരനുഭവം. എന്റെ കരുണയുള്ള കർത്താവിന് സ്തോത്രം. വീണ്ടും നാം ചിന്തിച്ചു വരുമ്പോൾ, ലേവ്യന്റെ പ്രതിഷ്ഠയെ കുറിച്ച് നാം ചിന്തിച്ചു വരുമ്പോൾ, ഒരു ലേവ്യൻ, അവന്റെ ശുശ്രൂഷകളുണ്ട്. നമ്മൾ ഓർക്കണം, മറ്റൊരു കാര്യം കൂടെ ചിന്തിക്കുമ്പോൾ, ഈ ലേവ്യർക്ക് മറ്റുള്ളവരെക്കാൾ അല്പം വില കൂടുതലുണ്ട്. ഒരു സാധാരണ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ് വില എന്ന് പറയുന്നത് 1/2 ശേക്കലാണ്. 1/2 ശേക്കൽ വെള്ളി വീണ്ടെടുപ്പ് വില, 1/2 ശേക്കൽ വെള്ളി എന്ന് ന്യായപ്രമാണം പറയുന്നു. ദരിദ്രന് കുറയാൻ പാടില്ല, ധനവാനാണെന്ന് കരുതി കൂടാനും പാടില്ല. 1/2 ശേക്കലാണ് വീണ്ടെടുപ്പ് വില. ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടത് ഏതാണ്ട് ഇന്നത്തെ വിലയനുസരിച്ച് ഏതാണ്ട് 14 രൂപ 40 പൈസ വരും 1/2 ശേക്കൽ. അത്രയുമാണ് ഒരു വീണ്ടെടുപ്പ് വില. എന്നാൽ ഒരു ലേവ്യനെ കുറിച്ച് പറയുമ്പോൾ, ലേവ്യന്റെ വീണ്ടെടുപ്പ് വില എന്ന് പറയുന്നത് 3 ശേക്കലാണ്. 5 ശേക്കൽ. 5 ശേക്കലാണ് ഒരു ലേവ്യന്റെ വീണ്ടെടുപ്പ് വില എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവർക്ക് കൊടുക്കണേക്കാൾ അല്പം വില കൊടുക്കണം, അല്പം മാനം കൂടുതൽ കൊടുക്കണം, നടത്തുന്നവരെ മാനിക്കണം. നമ്മെ നടത്താൻ തക്കവണ്ണം ദൈവം ആക്കി വെച്ചവരെ നാം മാനിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം, അവർക്ക് വില കൊടുക്കണം. ഒരു സാധാരണ വിശ്വാസിയേക്കാൾ അല്പം വില കൂടുതലുള്ളവരാണ് നടത്തുന്നവർ. ദൈവത്തിന് സ്തോത്രം. അവരെ ബഹുമാനിക്കണം, അവരെ അനുസരിക്കണം, അവർക്ക് കീഴ്പ്പെട്ടിരിക്കണം. അതാണ് പ്രമാണം. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നാൽ ദൈവജനം കൊള്ളയായി പോകും. അത്ര തന്നെ. അടിമത്തത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. ഈ ലേവിനെ ഏൽപ്പിച്ച അവന്റെ ശുശ്രൂഷകൾ, ആവർത്തന പുസ്തകം 10-ാം അധ്യായം 8-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 10-ാം അധ്യായം 8-ാമത്തെ വാക്യം. അക്കാലത്ത് യഹോവ ലേവി ഗോത്രത്തെ യഹോവയുടെ നിയമപ്പെട്ടകം ചുമപ്പാനും ഇന്നുവരെ നടന്നു വരുന്നത് പോലെ
യഹോവയുടെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാനും അവന്റെ നാമത്തിൽ അനുഗ്രഹിപ്പാനും വേർതിരിച്ചു. അക്കമിട്ട് പറഞ്ഞിരിക്കുകയാണ്. അക്കാലത്ത് യഹോവ ലേവി ഗോത്രത്തെ വേർതിരിച്ചു. എന്തിനു വേണ്ടി? ഒന്ന്, യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുവാൻ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, നിയമപ്പെട്ടകം എന്നത് ക്രിസ്തുവാണ്. യേശുവിനെ വഹിക്കുവാൻ വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ് നാം. രാജകീയ പുരോഹിത വർഗം എന്ന് പറയുമ്പോൾ, വിശുദ്ധ വംശം എന്ന് പറയുമ്പോൾ, സ്വന്തം ജനമെന്ന് പറയുമ്പോൾ, നിയമപ്പെട്ടകം ചുമക്കുവാൻ, യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുവാൻ വേർതിരിക്കപ്പെട്ടവരാണ്. യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുക. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലേണം. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലണം. ഇസ്രായേൽ ജനം യോർദാൻ കടന്ന് കനാൻ നാട്ടിൽ പ്രവേശിക്കാൻ പോവുകയാണ്. നിയമപ്പെട്ടകം ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെ കാണുമ്പോൾ നിങ്ങൾ അവരുടെ പിന്നാലെ ചെല്ലണം. യേശുവിനെ ചുമക്കുന്നവനായിരിക്കണം, യേശുവിനെ വഹിക്കുന്നവരായിരിക്കണം, അവരുടെ പിന്നാലെ നടക്കണം. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ വഹിക്കുന്നവരായി, യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്നവരായി. ഇരുട്ട് വായിക്കുമ്പോൾ, ഞാൻ ഇന്ന് രാവിലെ സമയം എഴുന്നേറ്റ് കുറേയേറെ നേരം ഞാൻ വായിച്ചു ഈ അധ്യായം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അതിലേക്ക് വരാൻ സമയം കിട്ടിയില്ല. ദൈവത്തിന് മഹത്വം. ഈ അധ്യായം, യേശുവയുടെ പുസ്തകം 3-ാം അധ്യായം, നിങ്ങൾ വരുന്ന ആഴ്ചയിലെ ക്ലാസ്സിന് മുൻപായി പറ്റുമെങ്കിൽ പലവട്ടം യോശുവയുടെ പുസ്തകം 3-ാം അധ്യായവും 4-ാം അധ്യായവും ഒന്ന് വായിച്ച് ധ്യാനിക്കണം. നിറഞ്ഞ ദൂതുകൾ ലഭിക്കുന്നതായ അധ്യായങ്ങൾ. എന്റെ കരുണയുള്ള കർത്താവിന് സ്തോത്രം. യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ യോർദാനിലെ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ഒരു വലിയ ഘട്ടം വരികയാണ്. വലിയൊരു പ്രതിസന്ധി വരികയാണ്. ദൈവജനത്തിന് മുന്നോട്ട് പോകാൻ വഴിയില്ലാതെ വണ്ണം. എങ്ങനെ മുന്നോട്ട് പോകും? കരകവിഞ്ഞൊഴുകുന്ന യോർദാനാണ് മുന്നിൽ കാണുന്നത്. എങ്ങനെ യോർദാൻ കടക്കും? എങ്ങനെ അക്കരെ നാട്ടിലെത്തും? യോശുവ പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും, ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ, കാണുന്നവരുടെ ഒക്കെ പുറകെ പോകാനല്ല, കൊള്ളാകുന്നവൻ പോകുന്നത് കണ്ടാൽ പുറകെ പോകാനല്ല, അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാർ കൂടെയുള്ളവരാരെങ്കിലും പോയാൽ അതിന്റെ പുറകെ പോകാനല്ല. ഒന്ന്, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും ആദ്യം ചുമക്കുന്നവരെയല്ല നോക്കേണ്ടത്, എന്തെങ്കിലുമൊക്കെ ചുമന്നുകൊണ്ട് നടക്കുന്നവരെയല്ല നോക്കേണ്ടത്. ഇന്ന് ആത്മീക രംഗം എല്ലാ വിധത്തിലുള്ള പോഷകരുടെയും ഒരു വിളനിലമായി മാറിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ഇത്രകാലം നമുക്ക് മുമ്പിലൊന്നും അറിയില്ല. ഒരു കാര്യം വ്യക്തമാണ്, നാം അന്ത്യകാലത്തിലേക്ക് വന്നിരിക്കുകയാണ്. അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങൾ ഓരോന്നും നമ്മുടെ കണ്ണിന് മുമ്പിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാളെ എന്ത് ഭവിക്കുമെന്നോർത്ത് ജനം ഭയപ്പെട്ട് കഴിയുന്നു. ഭൂകമ്പങ്ങളെ കുറിച്ച് കേൾക്കുന്നു. വേദപുസ്തക പ്രവചനങ്ങളെല്ലാം ഓരോന്നോരോന്നായി നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, നാം എന്തെങ്കിലുമൊക്കെ ചോന്നുകൊണ്ട് നടക്കുന്നവരെ,
ദൈവവേലക്കാര് ദൈവവേലെന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ പുറകെ പോകാനല്ല. ഒന്നോടെ ചിന്തിക്കണം. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും ഒന്നാമത് നോക്കേണ്ടത് നിയമപ്പെട്ടകത്തെയാണ്. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുന്നവനുമായ യേശു ഉള്ളവരുണ്ടോ അവരുടെ പുറകെ പോയിക്കൊള്ളുക. മറ്റൊന്നും നോക്കണ്ട. ഒരു ഗ്രൂപ്പ് നോക്കണ്ട, ഒരു സംഘടനയെ നോക്കണ്ട, ഒരു കൂട്ടായ്മയെ നോക്കണ്ട, ഒന്നും നോക്കണ്ട. ജീവനുള്ള ക്രിസ്തുവിനെ വഹിക്കുന്നവരുണ്ടോ? യേശുവിനെ വഹിക്കുന്നവരുണ്ടോ? പുറകെ പോയിക്കൊള്ളുകാനാ പറയുന്നത്. മറ്റാരെയും നോക്കല്ലേ, മറ്റൊന്നും നോക്കല്ലേ, വഴിതെറ്റിപ്പോകും. യോർദാൻ കടക്കണമോ, മരണ യോർദാന്റെ അക്കരെയുള്ള നാട്ടിൽ ചെല്ലണമോ? ദൈവത്തിന് സ്തോത്രം. കലങ്ങി മറിയുന്ന യോർദാൻ കടക്കണമോ? ദൈവത്തിന് സ്തോത്രം. കലങ്ങി മറിയുന്ന യോർദാൻ കടക്കണമോ? നാം പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, യോർദാൻ കലങ്ങി മറിഞ്ഞു, യോർദാൻ കലങ്ങി മറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എണ്ണി എണ്ണി സ്തുതിക്കാനുള്ളതായ പാട്ട് ഒന്നെടുക്കാമോ? ഒരു രണ്ടിലിരുന്ന് പാടാമോ? യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, ഏലിയാവിന്റെ പുതപ്പവിടെ. എന്റെ വിശ്വാസത്തിന്റെ ശോധനയിൽ, വിശ്വാസത്തിന്റെ പരിശോധനകൾ വരുമ്പോൾ ഏലിയാവിന്റെ പുതപ്പവിടെ? ഏലിയാവിന്റെ മേൽ ഒരു പുതപ്പ് വീണു. അത് ഏലീശയുടെ പുതപ്പാണ്. തിരുവചനം വായിക്കും, ഏലിയാവിന്റെ മേൽ പകർന്നതിന്റെ ഇരട്ടിപ്പങ്ക് ശക്തിയാണ് ഏലീശയ്ക്ക് കിട്ടിയത്. ഞാനും നിങ്ങളും ഈ പുതപ്പണിയണം. ഇരട്ടിപ്പങ്ക് ശക്തി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം. യോർദാൻ കലങ്ങി മറിയുന്നതാണ് കാണുന്നത്. നമുക്ക് പാടാം, യോർദാൻ കലങ്ങി മറിഞ്ഞു. യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, ഏലിയാവിൻ പുതപ്പെവിടെ നിന്റെ വിശ്വാസ ശോധനയിൽ, ഏലിയാവിൻ പുതപ്പെവിടെ നിന്റെ വിശ്വാസ ശോധനയിൽ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ നിന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ നിന്നെ താങ്ങിയ നാമമേ. യോർദാൻ കലങ്ങി മറിയുന്നതാണ് കാണുന്നത്. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ കരകവിഞ്ഞൊഴുകും. ജീവിത ഭാരങ്ങൾ. ഇന്ന് ദൈവത്തിന്റെ കീഴിലായിരിക്കുമ്പോൾ ഞാൻ ഇന്നത്തെ പഠനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്റെ കരുണയുള്ള കർത്താവിന് മഹത്വം. യോശുവയുടെ പുസ്തകം 3-4 അധ്യായങ്ങൾ ദൈവവചനം തന്നാൽ വരുന്ന തിങ്കളാഴ്ച നമുക്ക് ധ്യാനിക്കാം. യോർദാൻ കലങ്ങി മറിയുന്നത് കാണുന്നു. ഒരു കൂട്ടം ജനം നടന്നു വരികയാണ്. യോർദാൻ കലങ്ങി മറിയുന്നു. ജീവിത ഭാരങ്ങൾ. എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെ മറുകര കടക്കും? യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അവന്റെ പിന്നാലെ പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? യഹോവയുടെ നിയമപ്പെട്ടകൻ ചുമക്കുന്നവന്റെ പുറകെ പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അവന് വലിയ വിലയൊന്നുമില്ല, വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇന്ന് പലരും കാണുന്നത് ഈ പെട്ടകൻ ചുമക്കുന്നവർക്ക് വില കൊടുത്ത് അവരുടെ പുറകെ പോവുകയാണ്, മനുഷ്യരുടെ പുറകെ പോകുന്നു. യോർദാൻ വഴി മാറില്ല, പട്ടുപോകും. യഹോവയുടെ നിയമപ്പെട്ടകത്തെയും
അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലണം. ആ പെട്ടകത്തിന്റെ പിന്നാലെ ചെല്ലണം. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ നിയമപ്പെട്ടകത്തെ കാണുമ്പോൾ, യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെ നിങ്ങൾ കാണുമ്പോൾ, ഈ തലമുറയിൽ യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന ഒരു പുരോഹിതനായി നിൽക്കാൻ, ഒരു അഭിഷിക്തനായിട്ട് നിൽക്കാൻ നിങ്ങളുടെ ആരുടെ എല്ലാ ഉള്ളം കൊതിക്കുന്നുണ്ട്. നിന്റെ ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലന്മാർ നിങ്ങൾ എന്റെ അനുകാരികളാകുവിൻ, പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ. ഒരു കാലത്ത് നിന്നവരുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. കരിമ്പിൽ ചെറിയാച്ചൻ 1940 ആ കാലയളവിൽ കേരളക്കരയിൽ വലിയ ആത്മീയ ഉണർവുണ്ടായതായ കാലങ്ങളിൽ ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് നിന്ന ഒരു അനുഗ്രഹീതനായ ദൈവദാസനായിരുന്നു കരിമ്പിൽ ചെറിയാച്ചൻ ഉപദേശി. അദ്ദേഹം കൃഷിക്കാരനാണ്. അന്ന് ധാരാളം കരിമ്പ് കൃഷി അടൂര പ്രദേശത്ത്, കല്ലിശ്ശേരി ആ പ്രദേശമാണ്. ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഏതാണ്ട് ആ ഭാഗത്താണ് ജീവിക്കുന്നത്. കരിമ്പ് കൃഷിയാണ് പ്രധാന കൃഷി. കരിമ്പ് കൃഷി ചെയ്ത് അത് ആട്ടി ശർക്കരയാക്കി മാവേലിക്കര ചന്തയിലോ മറ്റോ കൊണ്ടുപോയി കൊടുക്കും. ചന്തയിൽ കൊണ്ടുപോയി കൊടുക്കും. ഈ കരിമ്പിൽ ചെറിയാച്ചൻ ശർക്കരയുമായി വരുമ്പോൾ കച്ചവടക്കാർക്ക് ഇത്ര കിലോയുണ്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ അവിടുത്തെ കച്ചവടക്കാർ ചെറിയാച്ചന്റെ ശർക്കര തൂക്കി നോക്കുകയില്ലായിരുന്നു. കാരണം 15 കിലോ ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഇത്ര തുലാനുണ്ടെന്ന് പറഞ്ഞു കൊടുത്താൽ ഒരു അല്പം പോലും മാറ്റം വരില്ല. പിന്നെ തൂക്കേണ്ട ആവശ്യമില്ല. വിശ്വസ്തയോടെ നിന്നു, സാക്ഷ്യത്തോടെ നിന്നു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ കുരിശ് കെട്ടി തൂക്കിക്കൊണ്ട് നടക്കുക എന്നോ അല്ലെങ്കിൽ വലിയ ബാനർ വെച്ച് നടക്കുക എന്നൊന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ സാക്ഷ്യമുള്ളവരായി ജീവിക്കുക. പറ്റിപ്പും വെട്ടിപ്പും തട്ടിപ്പുമില്ലാതെ അന്യന്റെ ഒരു 5 പൈസ പോലും കയ്യിൽ വരില്ല എന്നുള്ള തീരുമാനത്തോടെ നിൽക്കുക. നേരായ വഴിയിൽ കൂടെ അല്ലാതെ ഒന്നും നിൽക്കില്ല എന്നുള്ള തീരുമാനത്തോടെ നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായിട്ട് നിൽക്കുക, സാക്ഷ്യത്തോടെ നിൽക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, വേട്ടമല ഫിലിപ്പോസ് ഉപദേശി ദൈവത്തിന് സ്തോത്രം സാക്ഷ്യത്തോടെ നിന്നു, ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് നിന്നു. ഇന്ന് നമ്മുടെ ഉള്ളിൽ ഒരു തീരുമാനമെടുക്കണം. എന്നെ കണ്ട്, എന്റെ ജീവിതം കണ്ട് ദൈവ വഴിയിലേക്ക് വരാൻ തക്കവണ്ണം യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരായി അന്ന് നിഴലായതിന്റെ പൊരുളായി നിൽക്കാൻ നിന്നില്ല എങ്കിൽ വലിയൊരു കൂട്ടം അശൂര്യ അടിമത്തത്തിലേക്ക് പോകും. വടക്കേ രാജ്യമായ ഇസ്രായേൽ, ആ ഇസ്രായേൽ രാജ്യം അശൂര്യർ വന്ന് യുദ്ധം ചെയ്ത്, അശൂര്യ രാജാക്കന്മാർ വന്ന് യുദ്ധം ചെയ്ത് എല്ലാവരെയും അടിമത്തത്തിലേക്ക് കൊണ്ട് ഒരെണ്ണം പോലും ഒക്കെത്തിനെയും തൂത്തുവാരി കൊണ്ടുപോയി. എന്താണ് കാരണം? ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരാക്കി. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ലേവ്യന്റെ പ്രതിഷ്ഠയുള്ളവരായിട്ട് നിൽക്കുവാൻ ദൈവവരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. കർത്താവേ, നിന്നേക്കാൾ മറ്റൊന്നിനും ഞാൻ വില കൊടുക്കാതെ പകച്ച് ഇല്ല എന്ന് പറഞ്ഞ് വേണ്ട എന്ന് വെച്ച് മുന്നോട്ട് പോകുവാൻ, ജഡപ്രകാരം ആരെയും അറിയാത്തവനായി ഇന്നു മുതൽ ഞാൻ ജഡപ്രകാരം ആരെയും അറിയുന്നില്ല എന്നുള്ള തീരുമാനം. അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും ഞാൻ എൻ്റെ കർത്താവിന്റെ വചനം മാറ്റിവെച്ച്
എന്റെ കർത്താവിന്റെ വഴികളെ മാറ്റിവെച്ച് അവര് പറയുന്ന വാക്കുകളെ കേട്ടാൽ ജനമെല്ലാം അശൂരിലേക്ക് അടിമകളായി പോകും. എന്നൊരു തീരുമാനമെടുക്കുമോ? കർത്താവേ, എന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം എന്റെ കർത്താവിനും കർത്താവിന്റെ വചനത്തിനും കർത്താവിന്റെ വേലയ്ക്കും കൊടുത്തുകൊണ്ട് നിൽക്കുവാൻ ഞാനിതാ എന്നെ സമർപ്പിക്കുകയാണ്. മാത്രമല്ല, നിങ്ങൾ യഹോവയുടെ നിയമപ്പെട്ടകവും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് ചുമ്മാ ഒരു വാക്ക് പറയുകയല്ല, ചുമ്മാ കൈവെക്കാൻ പറയുമ്പോൾ കൈവെക്കുകയല്ല, എഴുന്നേറ്റ് നിൽക്കാൻ പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക മാത്രമല്ല, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, എല്ലാം വേണം. എന്നാൽ ഞാൻ ഇന്ന് കിടക്കുന്ന സ്ഥലം വിട്ടൊന്ന് പുറപ്പെടാൻ, ഞാൻ ഇന്നായിരിക്കുന്ന അവസ്ഥ വിട്ടൊന്ന് എഴുന്നേൽക്കാൻ, ഒന്ന് പുറപ്പെടാൻ, മാറാൻ, എന്റെ പാപത്തിന്റെ അവസ്ഥ, എന്റെ കൊള്ളരുതായ്മയുടെ അവസ്ഥ, എന്റെ ജീവിതത്തിന്റെ പോരായ്മകൾ എല്ലാം വിട്ട് പുറപ്പെട്ട് എന്റെ കർത്താവിന്റെ വഴിയിൽ പോകാൻ, അവന്റെ പെട്ടകത്തെ പിൻപറ്റാൻ, യേശുവിനെ പിൻപറ്റുവാൻ, യേശുവിന്റെ പിന്നാലെ പോകുവാൻ ഞാൻ ഇതാ സമർപ്പിക്കുന്നു എന്ന് ഇന്ന് നിങ്ങൾ ആരെല്ലാം തീരുമാനിക്കുന്നുണ്ട്, ആരെല്ലാം സമർപ്പിക്കുന്നുണ്ട്? കണ്ണുകളടയ്ക്കാം. കർത്താവേ, ഞങ്ങൾ ദൂര ദേശങ്ങളിലാണ് ഇരിക്കുന്നത്, ഒരുമിച്ച് കൂടിയിരിക്കുന്നവരുണ്ട്, സൂമി ഓരോ സ്ഥലങ്ങളിൽ ഇരിക്കുന്നവരുണ്ട്, പല സ്ഥലങ്ങളിൽ ഇരിക്കുന്നവരുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്നവരുണ്ട്. വളരെ വളരെ ദൂരെ ഈ നിസ്സാരനായ അടിയനും ദൈവത്തിൽ നിൽക്കുകയാണ്. യഹോവയുടെ നിയമപ്പെട്ടവൻ തുറക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെ കാണുമ്പോൾ, യഹോവയുടെ നിയമപ്പെട്ടവത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ, നിങ്ങളായിരിക്കുന്ന സ്ഥലം വിട്ട് അവരുടെ പിന്നാലെ പോകാൻ തയ്യാറായാൽ നിങ്ങളുടെ മുമ്പിൽ കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ മാറുന്നത് കാണും. വഴിയില്ലാത്ത രംഗങ്ങൾ വഴി തുറക്കപ്പെടുന്നത് കാണും. തിരിഞ്ഞുനോക്കി എണ്ണി എണ്ണി സ്തുതിക്കുവാൻ അനേകം കാര്യങ്ങൾ ചെയ്തു തരും. ഒന്ന് തിരിഞ്ഞു നോക്കുമോ? എന്റെ ദൈവമേ, ഏതെല്ലാം വഴികൾ ഞാൻ മാറി എന്നുകൊണ്ടല്ലേ പറയുന്നത്. എന്റെ ജീവിതത്തിലേക്ക് നോക്കുകയാണ്. ഞാൻ ഈ പെട്ടകത്തെ പിൻപറ്റി, ഈ പെട്ടകം ചുമക്കുന്ന ദൈവമക്കളോട് കൂടെ പിന്നാലെ പോയി എന്റെ മുമ്പില് മരണയോർത്താൻ മാറി അനുഭവിക്കുന്നുണ്ട്. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എന്റെ കരുണയുള്ള കർത്താവിന്റെ സ്തോത്രം, എന്റെ ദൈവത്തിന്റെ മഹത്വം, എന്റെ യേശുവിന്റെ പിന്നാലെ ഈ പെട്ടകം ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരുടെ പുറകെ ഇറങ്ങി തിരിച്ചതുകൊണ്ട് മരണയോർദാൻ വഴിമാറിയത്. രോഗം വന്നതല്ലേ, ഭാരങ്ങൾ വന്നതല്ലേ, കഷ്ടതകൾ വന്നതല്ലേ? എന്റെ കർത്താവെ, വഴി മാറി തന്നില്ലേ? വഴി മാറിയില്ലേ? യോർദാൻ നടുവിലൂടെ ഉണങ്ങിയ നിലത്തൂടെ നടക്കാൻ അവൻ അനുഭവങ്ങൾ തന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. 2018 ക്യാൻസർ രോഗം വന്നപ്പോൾ ഒരുപക്ഷെ ഞാൻ ഈ ലോകം വിട്ട് പോകേണ്ടവനായിരുന്നു. എന്നാൽ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും കണ്ടപ്പോൾ അവരുടെ പിന്നാലെ പോകാനുള്ള തീരുമാനം കിട്ടിയതുകൊണ്ട്, അതിനെ പിൻപറ്റാനുള്ള തീരുമാനം കിട്ടിയതുകൊണ്ട് യോർദാൻ കരകവിഞ്ഞൊടിയ യോർദാൻ വഴിമാറി അക്കരെ കടക്കാൻ അവൻ ഭാഗ്യം തന്നു. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത നന്മകൾ തരുന്ന ഒരു ദൈവമുണ്ട്. ഇന്നൊരു തീരുമാനമെടുത്താൽ ഇന്ന് കരകവിഞ്ഞൊഴുകുന്ന യോർദാനാണ്. മുന്നിൽ വഴിയില്ല. എന്റെ രോഗത്തിന് ഞാൻ എന്ത് ചെയ്യും? എന്റെ ചികിത്സയ്ക്ക് ഞാൻ എന്ത് ചെയ്യും? എന്റെ മക്കളുടെ ഭാവി ഞാൻ എന്ത് ചെയ്യും? എന്റെ വിദ്യാഭ്യാസം ഞാൻ എന്ത് ചെയ്യും? എന്റെ കടബാധ്യത ഞാൻ എന്ത് ചെയ്യും? എന്റെ ബിസിനസ്, എന്റെ ജോലി, എന്റെ കുടുംബത്തിൽ വരുന്ന ചില പ്രതിസന്ധികൾ ഞാൻ എന്ത് ചെയ്യും? കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ. ഒന്നും ചെയ്യണ്ട. യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും കാണുമ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന്റെ പിന്നാലെ പോവുക. ഒരു തീരുമാനം എടുക്കുക. കർത്താവേ, ഇന്നു മുതൽ ഞാൻ എന്റെ കർത്താവിന് വേണ്ടി ജീവിക്കും, എന്റെ യേശുവിന് വേണ്ടി നിൽക്കും, എല്ലാം വിട്ട് പുറപ്പെടാൻ ഞാൻ ഇന്നു മുതൽ തീരുമാനിക്കുന്നു. ഒരു സമർപ്പണം വന്നാൽ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ, എണ്ണമില്ലാത്ത നന്മകൾ തന്നത് നാളെ കണ്ട് സ്തുതിക്കാൻ അവൻ വക നൽകും. അവരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ കരുണയുള്ള കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിത്തുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട കൂടിയവനായി സ്തോത്രം. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. സമർപ്പണത്തോടെ നിൽക്കാൻ കൃപ തരണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.